നമസ്കാരം, ഞാൻ ഡോക്ടർ സജ്ന കെ എം. ഈ സൈക്കോസൊമാറ്റിക് എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്നുകൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാം. പലപ്പോഴും ഒരു തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ്. അപ്പം ഇത് ശരിക്കുള്ളതല്ല, അല്ലെങ്കിൽ നമ്മുടെ തലയിൽ നടക്കുന്ന കാര്യമാണ് എന്നുള്ള രീതിയിൽ, ഇതൊരു ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു വിചാരം പലർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സൈക്കോസൊമാറ്റിക് ഇൽനെസ്സസ് എന്ന് പറയണത് നമ്മളുടെ ഇമോഷണൽ സ്ട്രെസ്സുകൾ നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളായിട്ട് ചിലപ്പം പുറത്തോട്ട് വരാം. ഇപ്പോൾ ഒരു നല്ല ആങ്സൈറ്റി ഉള്ള ഒരാൾക്ക് അസിഡിറ്റി ഉണ്ടാവുന്നത് പോലെ, അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലി ഓവർവെൽമിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് സ്കിൻ റാഷസ് ഒക്കെ, തൊലിപ്പുറത്തൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിരിക്കാം. അപ്പം ടെസ്റ്റുകൾ നോർമലാ എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകുന്നില്ല. നമ്മുടെ ശരീരവും മനസ്സും വളരെയധികം കണക്റ്റഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകൾ ടെസ്റ്റുകളിലൂടെ കാണില്ല. ടെസ്റ്റുകൾ നോർമലായിരിക്കും. ടെസ്റ്റുകളെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്കാനിങ് ആണെങ്കിലും ബ്ലഡ് റിപ്പോർട്ട്സ് ഒക്കെ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ അതിലൂടെ കാണില്ല. അപ്പം ചിലർ പറയപ്പോഴും ഭയങ്കര തലയ്ക്കൊക്കെ എന്തോ പോലെ ഇരിക്കണം, അല്ലെങ്കിൽ വല്ലാത്ത ക്ഷീണം തോന്നുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ശരീരത്തെയും മനസ്സിനെയും കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്.